എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ നിന്ന്. മാനത്ത് മഴക്കാറ് മൂടിക്കെട്ടി ദിക്കുകളെല്ലാം നിഴലിൽപ്പെട്ട പോലെ മങ്ങി. അന്തരീക്ഷത്തിൽ തണുപ്പ് ഉറഞ്ഞുകൂടി. ആകപ്പാടെ ശോകാത്മകമായൊരു സായാഹ്നം. തെരുവിൻ്റെ തെക്കേ അറ്റത്ത് അടച്ചിട്ട ഒരു മുറിപ്പീടികയുടെ കോലായിൽ കയറിയിരുന്ന് കൃഷ്ണക്കുറുപ്പ് അന്നത്തെ പത്രവിൽപ്പനയുടെ മുതലും ലാഭവും കണക്കുകൂട്ടുകയായിരുന്നു. പീടികക്കോലായിൽ മറ്റൊരാൾ കൂടി മുമ്പേ തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷിശാസ്ത്രക്കാരൻ. കൊമ്പൻ മീശയും കോന്ത്രം പല്ലുമുള്ള ഒരു മഞ്ഞ തലപ്പാവുകാരൻ. രാമദാസ് ജ്യോതിഷി, തഞ്ചാവൂർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ചെറിയ മഞ്ഞ ബോർഡും സുബ്രഹ്മണ്യൻ്റെ ഒരു പടവും അയാളുടെ ഇടവും വലവുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ പരദേശി ജ്യോതിഷിക്ക് ഇന്ന് ഒരു ചില്ലിക്കാശും ലഭിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. മുമ്പിൽ നിരത്തിവെച്ച ഫലപ്രഖ്യാപന കാർഡുകൾ കയ്യിലെടുത്ത് അയാൾ ഒരിക്കൽ കൂടി കശക്കി വെച്ചു. പിന്നെ മൂക്കിൽ വിരലിട്ട് തിരിച്ചുകൊണ്ട് അയാൾ കുറുപ്പിൻ്റെ കയ്യിലെ നാണയത്തുട്ടുകൾക്ക് നേരെ അസൂയയോടെ ഒന്ന് നോക്കി. അയാളുടെ മുമ്പിൽ വെച്ച ആ കൂട്ടിലെ പക്ഷികൾ പണിയൊന്നുമില്ലാതെ തനിയെ പ്രാണായാമം പരിശീലിച്ചു കൊണ്ടിരുന്നു. കുറുപ്പ് നാണയങ്ങൾ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി. കമ്മീഷൻ വകയിൽ അന്നത്തെ വിൽപ്പന കൊണ്ട് ഒരു ഉറുപ്പിക 10 അണ കിട്ടും. കുറച്ച് പാത്രങ്ങളും ബാക്കിയുണ്ട്. ഒന്നുകൂടി മെനക്കെട്ട് മണ്ടി നടന്നാൽ അവശേഷിച്ച പത്രങ്ങളും വിറ്റ് തീർക്കാമായിരുന്നു. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ല. മഴ ചാറി തുടങ്ങുന്നുണ്ട്. പത്രത്തിലെ വാർത്തകൾക്ക് പുതിയ തലക്കെട്ടുകൾ വാർത്തിട്ട് കേട്ടാൽ ഉള്ളിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന സ്വരത്തിൽ ഉരുവിട്ട് ജനങ്ങളുടെ ശ്രദ്ധയെ കുടുക്കി പത്രങ്ങൾ പരപരയെന്ന് വിറ്റു തീർക്കാൻ തനിക്കുള്ള പ്രത്യേക കഴിവിനെക്കുറിച്ച് അയാൾ സ്വയം അഭിമാനിക്കാറുണ്ട്. പക്ഷേ നേരവും നിലയും കാലാവസ്ഥയും എല്ലാം അനുകൂലമായാലും വിളിച്ചു പറയുന്ന വാർത്തയ്ക്ക് ഒരു പുതുമയില്ലെങ്കിൽ വ്യാപാരം താരതമ്യേന മോശമായിരിക്കും. അങ്ങനത്തെ ഒരു ദുർദിനമായിരുന്നു അന്ന്. ജനങ്ങളുടെ ജിജ്ഞാസയെ ഇട്ടുവറുക്കുന്ന വിശേഷ വാർത്തകളൊന്നും അന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നില്ല. യുദ്ധവാർത്തകളുടെ പുതുമയും കുറേശ്ശെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ചർച്ചിലിൻ്റെ പ്രസംഗമോ ഐക്യസേനകളുടെ മുന്നേറ്റ പ്രഖ്യാപനങ്ങളോ ജനങ്ങളെ പത്രം വാങ്ങാൻ പ്രേരിപ്പിക്കുന്നില്ല. INA-യുടെ വാർത്തകൾ അറിയാനാണ് ആളുകൾക്ക് ഉത്കണ്ഠ. അതിനെ പറ്റി മിണ്ടാനും പാടില്ല. പോലീസ് പിടിച്ചു കൊണ്ടുപോകും. മഴയ്ക്ക് ശക്തി കൂടി വന്നു. കുറുപ്പ് ഒരു ചുരുട്ട് തീപ്പറ്റിച്ചു വലിച്ചു. അപ്പോൾ കേളുമാസ്റ്റർ ആ കോലായിലേക്ക് കയറി ചെന്നു. മാസ്റ്ററെ കണ്ടപ്പോൾ കുറുപ്പ് തൻ്റെ തഴഞ്ഞ പല്ലുകൾ കാട്ടി ഒരു പുഞ്ചിരി സൃഷ്ടിച്ചു. കൃഷ്ണക്കുറുപ്പിൻ്റെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ് കേളുമാസ്റ്റർ. വെളുത്തുമെലിഞ്ഞു കഷ്ടിച്ച് 4.5 അടി പൊക്കമുള്ള ആ കൊച്ചു മനുഷ്യന് നാട് ചുറ്റി നടന്ന അനുഭവങ്ങൾ ധാരാളം പറയാനുണ്ടായിരിക്കും. കുറുപ്പിനത് കേൾക്കുന്നത് ബഹുരസമാണ്. കേളുമാസ്റ്റർ ഒരു പ്രത്യേക മട്ടുകാരനാണ്. അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അധികമാർക്ക് നിശ്ചയമില്ല. അയാൾ തുടർച്ചയായി ഭക്ഷണമില്ലാതെ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും കഴിച്ചു കൂട്ടിക്കൊള്ളും.